എത്ര നേരിട്ട് നിന്റെ വീടിന്റെ വെളിയിൽ ഞാൻ നിൽക്കുന്നടാ, ഒന്ന് ഇറങ്ങി വാടാ ഒന്ന്. സിനിമ ഇപ്പൊ തുടങ്ങൂടാ. ഭയങ്കര പ്രശ്നം നടക്കുന്ന വീട്ടില്. എന്റെ പൈസക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്ന പൈസ നഷ്ടമൊഴിക്കാണ്. വേറെ ആരെയും ഒന്ന് വിളിച്ചോണ്ട് പോളി, എന്റെ അവസ്ഥ മോശമായി പോയി. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്ക് പടത്തിന് പോകാനാ? ആരെ വിളിച്ചോണ്ട് പോയി ഈ സമയത്ത്? പെട്ടെന്ന് വന്ന് വാപ്പയുടെ സ്വഭാവം അങ്ങ് മാറിക്കളഞ്ഞറാ. വീടിന്റെ വെളി ഇറങ്ങി പോലെ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തിനു ചെയ്യാനാണ്? നിന്റെ വാപ്പ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നീ അങ്ങേരെ ഇറക്കി വിട്ടാണ്. എന്റെ പൊന്ന് ഹാഷിറെ, ഞാൻ തന്നെ അങ്ങയുടെ മോനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 1/2 മണിക്കൂർ എടുത്ത്. നീ ഇനിയിപ്പൊ എന്തിനു പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവില്ല. തിളച്ച് നിൽക്കുകയാണ്. എന്നാ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു വിടറാ. നിന്റെ സ്വാതന്ത്ര്യം നിനക്കില്ലേ? നിനക്ക് രാത്രി വീട്ടിനെ വെളിയിറങ്ങണ്ടേ? അദ്ദേഹത്തിന് ഇങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഇറക്കി വിട്ടാണ്. ഞാൻ 2 നിയമം പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ കേരളത്തിൽ ഏത് സർക്കാരാണെന്ന് പോലെ വാപ്പ അറിഞ്ഞൂടാ. ആ നിൽക്കുന്ന നീ നിയമമൊന്നും പറയാൻ പോവല്ലേ. നീ ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. എന്നെ വിളിക്കല്ലേ നീ. ഞാൻ സ്നേഹിക്കുന്ന പെങ്കൊച്ചിനെ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാൻ പോലും എനിക്ക് ഇത്ര റിസ്ക് ഇല്ല. വാപ്പാടെ പിറത്തൊക്കെ ഇത്തിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് തടവി എണ്ണയൊക്കെ കാലിൽ ഇട്ട് കൊടുത്ത് ഇറങ്ങി വാളിയാ. പടം ഇപ്പൊ തുടങ്ങൂടാ. അളിയ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വാപ്പാടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. വാപ്പാ, ഞാൻ ആശിറിനോട് പടം കാണാൻ പോക്കോട്ടാ. അടിച്ചവന്റെ മുട്ടാലിടിച്ചാ സൂപ്പാക്കി നാളെ കടയിൽ 100 രൂപയ്ക്ക് വിറ്റോളെ. ഹലോ, എന്താടാ നിന്റെ വാപ്പ വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെ സംസാരിച്ച? ഗുണ്ടാടാ നിങ്ങളെ വീട്ടുകാരെല്ലാം കൂടാ. നിനക്ക് സിനിമയ്ക്ക് പോണോ? മറ്റേ CD എടുത്ത് വീട്ടിന്റെ അകത്ത് ഇരുന്ന് TV ഇട്ടിരുന്ന് കണ്ടോ. വീട്ടിന്റെ വെളി ഇറങ്ങണ്ട. ഓക്കെ. 58ാമത്തെ തവണയാണ് ഈ പടം ഞാൻ കാണുന്നത്. നാളെ ഇനി ഇവന്റെ വാപ്പ ഹണിമൂൺ പോയില്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ പോവാതെ വീട്ടിൽ കയറി ഇരുന്നോളെ.